ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടിരിക്കുകയല്ലേ? അപ്പം ഇവിടെയൊക്കെ മഴയൊക്കെ ഉണ്ടോ? ഇവിടെ ഇപ്പം 2 ദിവസമായിട്ട് മഴയൊക്കെ ഇച്ചിരി കുറവുണ്ട് കേട്ടോ. അപ്പം സൺഡേ ആണ്. അപ്പം തലേന്ന് ഭയങ്കര പ്രിപ്പറേഷനായിരുന്നു കേട്ടോ. രാവിലെ ചപ്പാത്തിയും പരിപ്പ് കറിയൊക്കെ ആക്കാമെന്ന്. അപ്പം ഇന്ന് രാവിലെ നേരം വെളുത്ത വടച്ചേട്ടൻ പോയിട്ട് ബീഫൊക്കെ വാങ്ങിയിട്ട് വന്നു കേട്ടോ. അപ്പം ബീഫിൻ്റെ ഒപ്പം തന്നെ പാക്കറ്റ് ചപ്പാത്തി ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ പണി ഒന്നുകൂടി എളുപ്പമായി കേട്ടോ. അപ്പം ചേട്ടനെ കൊണ്ട് രാവിലെ ബീഫൊക്കെ കഴുകി ചെളുപ്പിച്ച് ആ സമയത്തേക്ക് ഞാൻ ബീഫിലേക്ക് കുക്കറിലിടാനായിട്ട് ഒരു സവോളയും കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയെല്ലാം കൂടി എടുത്തു. മസാലയുടെ കൂടെ തിരുമിയിട്ട് വെക്കാനായിട്ട് ഞാൻ അങ്ങനെയാണ് സ്ഥിരമായിട്ട് ചെയ്യാറ്. അപ്പം ഒരു അര സവോള ചെത്തിയെടുത്തതുപോലെ കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഉപ്പ്, കുറച്ച് മസാല ഇതെല്ലാം കൂടി കഴുകിയെടുത്ത ബീഫിലേക്ക് ഇട്ടിട്ട് അങ്ങനെയാണ് കേട്ടോ ഞാൻ കുക്കറിലേക്ക് ബീഫ് വയ്ക്കുന്നത്. പിന്നീട് ഞാൻ സെപ്പറേറ്റായിട്ട് മസാലയൊക്കെ ആക്കിയെടുക്കാം. സെപ്പറേറ്റായിട്ട് ഉള്ളിയും വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി പേസ്റ്റും തക്കാളി എല്ലാം കൂടി ആക്കി സെപ്പറേറ്റ് അത് കുക്കറിൽ വെച്ച് വെന്ത് വരുമ്പം സെപ്പറേറ്റ് ഉള്ളിയുടെ മസാല ആക്കിയിട്ട് ഞാൻ അങ്ങനെയാണ് കേട്ടോ സ്ഥിരമായിട്ട് ആക്കി വരുന്നത്. കുക്കറൊക്കെ അടുപ്പത്ത് വെച്ചതിന് ശേഷം ഞാൻ ഉള്ളി എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തു കേട്ടോ. ഉള്ളി കട്ട് ചെയ്ത് പിന്നെ നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും തക്കാളിയും എല്ലാം കൂടി പേസ്റ്റാക്കി കേട്ടോ. മിക്സിയിൽ അരച്ച് പേസ്റ്റാക്കി ഒരു തക്കാളി ഇതിൻ്റെ കൂടെ അരിഞ്ഞും കൂടി ഇട്ടു കേട്ടോ. അപ്പം ആ കുക്കർ അവിടെ ഇരുന്നിട്ട് കുക്കറിലെ ബീഫ് 2 വിസിൽ വെച്ചു. അത് വെന്ത് വരുന്ന സമയമായപ്പോഴത്തേക്കും ഞാൻ മസാല ആക്കാനായിട്ട് വെച്ചു. ഫസ്റ്റ് തന്നെ ഞാൻ കടുക് പൊട്ടിച്ചിട്ട് വെളുത്തുള്ളി ഇഞ്ചി തക്കാളി പേസ്റ്റ് ഇട്ട് കുറച്ചൊന്ന് മൂപ്പിച്ചിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി, ഒരു പച്ചമുളക്, 2 സവോള അതെല്ലാം കൂടി ഇട്ട് വഴറ്റി എടുത്തിട്ട് ഉപ്പ് ഞാൻ ഇട്ടില്ല. ഞാൻ പൊതുവേ എന്ത് വെച്ചാൽ ഉപ്പ് കൂടുതലാണെന്നുള്ള പരാതി കൊണ്ട് ആ ബീഫ് വേവിച്ചപ്പോൾ ഇട്ടിട്ടുള്ള ഉപ്പ് മാത്രമേ ഇട്ടുള്ളൂ കേട്ടോ. പിന്നെ അതായി വന്നപ്പോഴത്തേക്കും അതൊന്ന് വാടി വന്നപ്പോഴത്തേക്കും മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ബീഫിൻ്റെ മസാല അതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി തട്ടിക്കൂട്ടി ഒന്ന് ആക്കിയെടുത്തിട്ട് അപ്പോഴേക്കും ബീഫൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. ബീഫും കൂടി ഇട്ടിട്ട് നല്ല കറിയാക്കിയെടുത്ത് ഒന്നും കൂടി തിളപ്പിച്ചൊക്കെ കറി നല്ല സൂപ്പർ ബീഫ് കറിയൊക്കെ ആക്കിയെടുത്തു കേട്ടോ. രാവിലെ തന്നെ പാക്കറ്റ് ചപ്പാത്തി ആയിരുന്നുകൊണ്ടാണ് കാര്യം ഭയങ്കര എളുപ്പമായിരുന്നു കേട്ടോ. വലിയ കഷ്ടപ്പാടൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ പൊടിയെടുത്ത് കുഴച്ച് പരത്തി ചുട്ട് അത്രയും കഷ്ടപ്പാടൊന്നും എന്തായാലും പാക്കറ്റ് ചപ്പാത്തി ആയിരുന്നുകൊണ്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ചപ്പാത്തിയൊക്കെ ആക്കി അപ്പോഴേക്കും കറിയൊക്കെ തിളച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചായയൊക്കെ വെച്ച് ചായ വെക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ചായ വെച്ചു. ചപ്പാത്തിയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ചായയും റെഡിയായി. ചായ ഊറ്റി നല്ല ചൂട് ചായയും ബീഫ് കറിയും നല്ല ചൂട് ചപ്പാത്തിയും കൂടി കൂട്ടി കഴിച്ചു കേട്ടോ.